ഹായ് ഗായ്സ്, ഡു ഇറ്റ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ എനെ പറ്റിയായിരുന്നു ലാസ്റ്റ് സംസാരിച്ച് നിർത്തിയത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മളിനി അതിനെക്കുറിച്ച് അറിയാനുള്ളതും. നമ്മളിപ്പോൾ നമ്മുടെ ഒപ്പം കോസ്മിക് എന്ന് പറഞ്ഞ ടീമുള്ളത്. അപ്പോൾ ഇവരായിരുന്നു നമുക്ക് വേണ്ടി എനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ, ഇൻഫർമേഷൻ കുറേ തരാനും അല്ലെങ്കിൽ അവരായിട്ട് സംസാരിക്കാനും പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടിയുള്ള ഡീപ്പ് വേർഷനിലോട്ടായിരിക്കും ഇന്നത്തേക്ക് പോഡ്കാസ്റ്റ് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ നിങ്ങൾക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ചോദിക്കണ്ടേ, ഇപ്പോൾ IT കഴിഞ്ഞു അല്ലെങ്കിൽ വന്നു, കഴിഞ്ഞിട്ട് ഇനി വരുന്നുണ്ടോ എന്തെങ്കിലും? ഇനി വരാൻ ചാൻസ് ഉണ്ടോ ഫ്യൂച്ചറിൽ? അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത്രയും ഡാറ്റയാണോ നമുക്ക് കിട്ടണുള്ളൂ? ഇപ്പോൾ AGI വരും ഇനി അടുത്തത്. ഓക്കെ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. സോ നമ്മുടെ നേരത്തെ പറഞ്ഞില്ല എന്തിന്, അതേ ഒരു കോൺസെപ്റ്റാണ് ശരിക്കും AGI. അപ്പോൾ ആ ഒരു റോബോട്ട് തന്നെ സ്വന്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നൊരു രീതി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്തും ഉണ്ട്, അത് പോസിറ്റീവ്സും ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലായാലും എല്ലാത്തിലും അത് യൂസ് ചെയ്യാം. ഈ AGI തന്നെ യൂസ് ചെയ്യാൻ പറ്റും പല രീതിയിൽ. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലായാലും എല്ലാ ഇൻഡസ്ട്രിയിലും ഈ ഒരു സംഭവം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ കേസാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ റോബോട്ടൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പണ്ടൊക്കെ ആണെങ്കിൽ കൈ അനക്കുക, നടക്കണൊക്കെ തന്നെയാണ് വലിയ കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ, നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ ചെറുതായിട്ട് എടുക്കുക, അങ്ങനത്തെ ഉള്ളതൊക്കെയാണ്. ഇന്നിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ ഉണ്ടാക്കണോ അല്ലെങ്കിൽ റോബോട്ട് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസിന് വരെ ഒരു വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡിഫൻസിന് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ടാർഗറ്റൊക്കെ ഭയങ്കരമായിട്ട് എയിം ചെയ്തിട്ടൊക്കെ ഭയങ്കര അങ്ങനത്തെ സാധനങ്ങൾ വാർസിനൊക്കെ അതുപോലെ മെഷീൻസിന് വിടാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എത്തും. നേരത്തെ പറഞ്ഞില്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾ, യുക്രൈൻ റഷ്യ യുദ്ധം, ഇവിടെയൊക്കെ തന്നെ മിസൈൽസും കാര്യങ്ങളും, അപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് അതിനകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്ത് യുദ്ധത്തിന് വേണ്ടി കൊടുക്കുന്നത്. പക്ഷേ ഒരു ഡ്രോൺ അല്ലെങ്കിൽ AI പോലുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി ഇതിൻ്റെ ഇവർ പൈസ കുറയ്ക്കുകയും അതേപോലെ തന്നെ ആൾക്കാർ ആരൊക്കെയാണ് അല്ലെങ്കിൽ ആരെ വെടിവെക്കണം അങ്ങനെയൊന്നുമില്ല, AI തന്നെ അന്ന് ഇതാക്കി അവരിൽ അറ്റാക്ക് ചെയ്യാണ്. ഡ്രോണിന്റെ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇസ്രായേൽ ഇതിലാന്ന് തോന്നുന്നു, വാറിന്റെ ടൈമിലാന്ന് തോന്നുന്നു, ഡ്രോൺ അറ്റാക്സ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രോൺ അറ്റാക്സ് പറയുമ്പോൾ ഒരാളെ ഇതാക്കി കഴിഞ്ഞാൽ ഡ്രോൺ അവിടെ നിന്ന് തന്നെ പൊട്ടിത്തെറിക്കുകയാണ്. പിന്നെ യാതൊരു ഇതുമില്ല, തെളിവില്ല ഈ ഒരു കാര്യത്തിന്. ഇത് തെളിവില്ലാതെ നമുക്ക് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? സോ അങ്ങനെയുള്ള കാര്യങ്ങൾ രാജ്യങ്ങൾ കൊണ്ടുവരികയാണ്, ഓരോ രാജ്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഇതാക്കുകയാണ്. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന കേസ് കൂടും. ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ ഹ്യൂമൺ ആണെങ്കിലും ഒരു എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഒരു ട്രിഗർ അമർത്തുന്ന ടൈമിലെങ്കിലും അവന് ചിലപ്പോൾ തോന്നും ചെറിയൊരു കൊച്ചാണ് അല്ലെങ്കിൽ ഒരു ഇതാണ്, സ്ത്രീയാണ് അല്ലെങ്കിൽ പ്രായമുള്ള ആളാണെന്നുള്ളത്. അങ്ങനെയെങ്കിലും ഐഡന്റിഫൈ കൺസിഡറേഷൻ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും, ഒരു സഹതാപെങ്കിലും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, അതെ, ഒരു ഇമോഷനെങ്കിലും ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് ഏയുടെ കേസാണെങ്കിൽ ഈ രാജ്യത്തുള്ളവരെല്ലാവരും കൊല്ലണമെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും അത് ചെയ്യാൻ പോണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു കൺസിഡറേഷൻ ഉണ്ടാവില്ല, ഒരു ജീവനെ പോലും അത് വെറുതെ വിടൂല. ആ രീതിയിലാണ് ഡിസ്ട്രക്ഷൻ കൂടണേ. അപ്പൊ അത് വളരെ ഒരു പിന്നെ ടയർഡ്നെസ് ഒന്നും ഇല്ല. ഒരു ഹ്യൂമൻ അനുഭവിക്കുന്ന ഒരു ഇമോഷനോ വേറെ കാര്യങ്ങളോ ഒന്നും അതെ തന്നെ. അല്ല, ഹ്യൂമന് ഒരെണ്ണം കൊണ്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും. പക്ഷെ ഇതാണെങ്കിൽ വീണ്ടും പോയിരിക്കും. അതെ. അപ്പോൾ അത് അത്രയ്ക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുറെ കാര്യങ്ങൾ നോക്കാൻ നേരത്തെ ഇതൊരു പേടിയാവുന്നുണ്ട്, ഡേഞ്ചറാണ്. പക്ഷെ മൂവിയിൽ പോലും ഇതിന്റെ നെഗറ്റീവാണ് കാണിക്കുന്നത് കൂടുതലും. ഇപ്പൊ പറഞ്ഞാലും നമ്മൾ എന്തായാലും വളരെ ശരിയായിട്ടുള്ള പോയിന്റ്. എല്ലാവരും എയുടെ ഒരു നെഗറ്റീവാണ്, കാരണം അതിന് മേ ബി എല്ലാവരും അതറിയാനാണ് ആഗ്രഹിക്കുന്നത്, മേ ബി അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതിന് ഈ പറയുന്ന അത്രയും തന്നെ പോസിറ്റീവ്നെസ് ഉണ്ട്. അതിൽ കൂടുതൽ നെഗറ്റീവാണെങ്കിൽ കുറച്ചുകൂടി റീച്ച് ഇട്ടായിരിക്കും ചിലപ്പോ. മനസ്സിലായി, ഇങ്ങനെയാണ് സംഭവങ്ങൾ, പേടിപ്പിക്കാൻ എല്ലാവരും. പക്ഷെ അതെല്ലാ കോയിൻസിനും 2 വർഷം ഉള്ളതെന്ന് പറയുന്ന പോലെ തന്നെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അവയർനെസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കാമിലൊക്കെ പോയി ചാടിയത്. ഏകദേശം ഡെയിലി 3% റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയത്. അപ്പോൾ നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്യും, എന്നിട്ട് നമുക്ക് അതിൻ്റെ റിട്ടേൺ ആയിട്ട് 3% കിട്ടും. അപ്പോൾ ശരിക്കും നമ്മൾ എല്ലാവരും ടെക്നോളജിനെ പറ്റി അറിയണമെന്ന് വെച്ചാൽ സ്കാംസ് വഴിയാണ്. ഇപ്പോൾ ക്രിപ്റ്റോ ആയാലും ഒക്കെ സ്കാംസ് വഴിയാണ്. നമുക്കറിയില്ല, ക്രിപ്റ്റോ കോയിൻ എന്ന് പറഞ്ഞാൽ വേടൊക്കെ കേട്ടാൽ നമ്മൾ സ്കാംസ് വഴിയാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള അവയർനെസ് അവർക്ക് കിട്ടുന്നില്ല. സിനിമയിൽ കാണുന്നതാണ് സിനിമയിൽ കാണുന്നത് പോലെയാണ് പെരുമാറാന്നുള്ളൊരു തോട്ടുണ്ട്. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടെക്നോളജികൾ വരാൻ നേരത്ത്
നമ്മുടെ സ്കൂൾസിലെയും കോളേജിലൊക്കെ തന്നെ എനിക്ക് അവയർനെസ് ഇപ്പോഴേ കൊടുത്തു തുടങ്ങണം. അതെ 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 ഈവൻ പുതിയ ടെക്നോളജി വരാൻ നേരത്ത് കോളേജുകളും സ്കൂൾസും ഈ അവയർനെസ് ഇല്ലെങ്കിൽ ഭാവിയിൽ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ പിള്ളേർ ഇപ്പോഴും പണ്ടത്തെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്തവർ ഇപ്പൊ കഷ്ടപ്പെടുന്ന പോലെ അങ്ങനെയുള്ള രീതി തന്നെ ആയിപ്പോവും. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എയിമും കൂടി ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് കോളേജസിൽ പോയിട്ട് അവിടുത്തെ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും നല്ല നല്ല കാര്യം. കറക്റ്റ് ആ എയ് എന്താണെന്നുള്ളൊരു അവയർനെസ് കൊടുക്കും. അതിന്റെ നമ്മ പോയെങ്കിലും ഒരു 90% സ്റ്റുഡൻസിനും ഉം. എയ് എന്ന് വെച്ചാൽ റോബോട്ടിക്സ് അറിയില്ല സത്യം പറഞ്ഞാല്. അത് സിനിമയിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഈ റോബോട്ടിക്സ് ഒക്കെ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. യെസ്, അതെ, പക്ഷെ ഒരു രീതിയിൽ ഈ AI വന്നത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആയത് ഇപ്പോൾ സ്റ്റുഡൻസിനല്ലേ. ഹോംവർക്ക് ഒന്നും ചെയ്യണ്ട, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ChatGPT അടിച്ചു നോക്കി ഉത്തരം തീർച്ചയായിട്ടും. direct ഇപ്പൊ വരും. അത് അതുകൊണ്ട് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതെ, ഒരു വലിയൊരു കണ്ടന്റ് കൊടുത്ത് നമുക്ക് അതിന്റെ അകത്ത് പെയിൻ പോയിന്റ്സ് മാത്രം പക്ഷേ നമുക്ക് എടുക്കും. ഈ ChatGPT വേറൊരു ഉപകാരം കൂടെ ഉണ്ട്. ഇപ്പോൾ ടീച്ചർമാർ എന്തെങ്കിലും ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അത് ChatGPT വെച്ചിട്ട് കുട്ടികൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതേ സംഭവം തന്നെ അത് കോപ്പി ചെയ്ത് ChatGPTയോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾ തന്നെയാണോ, ChatGPT തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും തന്നെയാണെന്ന് പറയും. തന്നെയാന്ന് പറയും. ആ, അതല്ലാതെ ഡിക്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ Okay. AI ജനറേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി. കാരണം സ്കൂളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇല്ലാതെ നമുക്കൊരു അസൈൻമെന്റ് എങ്ങനെ വാലുവേറ്റ് ചെയ്യണം ഇന്നത്തെ Okay, കാലത്ത്. okay. കുട്ടികൾ അതിനകത്തുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യും, അതുകൊണ്ട് ആൻസർ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊജക്ട് ഒക്കെ ഇത്ര പെർസെന്റേജ് കൂടുതൽ ആ പ്രൊജക്ട് റിജക്റ്റ് ആവും. ഇത്ര പെർസെന്റേജ് കൂടെ നമ്മൾ AI യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് നമ്മൾ ജനറേറ്റ് നമുക്ക് മനസ്സിലാവും. കാരണം ഇപ്പം നമ്മുടെ കോസ്മെറ്റിൽ തന്നെ നമ്മൾ ഈ കോഴ്സിന് എക്സാംസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഇപ്പം AI വെച്ച് പലർക്കും നമുക്ക് ഉത്തരം തന്നെ കിട്ടാം. അപ്പം നമ്മൾ അതിനു വേണ്ടി റൂൾസിൽ തന്നെ പറയും. ഇപ്പോൾ AI ജനറേറ്റ് നമ്മളത് നോക്കുന്നുണ്ട്. AI ജനറേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളത് നോക്കിയിട്ടാണ് നമ്മളത് എത്രമാത്രം അതിൽ പ്ലാഗ്യസ് ഉണ്ട് അത് നമുക്ക് അറിയാനുള്ളൊരു മേഖല ഉണ്ട് ഇപ്പോഴും. പക്ഷേ എങ്കിലും ഈ പറയുന്ന പോലെ ഇതിനെല്ലാം ചിലപ്പോൾ നമ്മൾ കിട്ടാതെ പോകാം. എത്രമാത്രം AI പെർഫെക്റ്റ് ആവുന്നു അതിനനുസരിച്ച് നമുക്ക് ഇതെല്ലാം ഡിഫിക്കൽട്ടായി വന്നുകൊണ്ടിരിക്കും. അല്ല, ഞാൻ ആലോചിക്കണേ വേറെ ഒന്നുമല്ല. ഡിറ്റക്ഷൻ എന്ന് പറയുന്ന കേസ് നിങ്ങൾ പറഞ്ഞല്ലോ, ശരിക്കും അത് കുറച്ചാളായ്മ എ ഉണ്ടെങ്കിൽ പിന്നെ അതിന് ആവശ്യം വേണ്ടി വരും. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ആൾക്കാരെല്ലാം ഇനി സെർച്ച് ചെയ്യാൻ പോകണം ഇങ്ങനെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ സ്റ്റുഡൻസിന് ഒരു ലാപ്ടോപ്പ് ഓപ്പൺ ആക്കാൻ അറിയില്ല. വരുന്ന തലമുറക്ക് എല്ലാവർക്കും ഫോണാണെങ്കിൽ അവർക്ക് എന്ത് കാര്യം അറിയാം, ഫോണിൽ എന്ത് ചെയ്യാൻ പറ്റുന്നോ പക്ഷേ കഴിഞ്ഞാൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ. ഇപ്പോൾ നമ്മളാണെങ്കിലും ഒരു കോളേജുകളിൽ പോയിട്ട് കോളേജുകളിലെ സ്റ്റുഡൻസ് ആട്ടോ, കോളേജിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ നേരത്ത് അവരുടെ അടുത്ത് ജസ്റ്റ് ലാബിൽ കയറിയിട്ടൊന്ന് ഓപ്പൺ ആക്കാൻ പറയും. ഞാൻ കണ്ടിട്ടുണ്ട്. മെയിൽ പോലും ക്രിയേറ്റ് ചെയ്യാൻ മെയിൽ പോലും ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഫോണിൽ കൊടുത്തു, ഫോൺ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ സാർ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്ത് സാധനം വേണമെന്ന് കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കി തരും. ഫോണിലൊക്കെ എന്ത് പറഞ്ഞാലും കേൾക്കും. പക്ഷേ നേരെ മറിച്ച് ലാപ്പ് ഓപ്പൺ ആക്കാൻ അറിയില്ല. അല്ലെങ്കിൽ വിൻഡോസ് എടുക്കാൻ പറഞ്ഞാൽ അതിൽ വിൻഡോസ് ഓപ്പൺ ആക്കി ക്രോമിൽ കയറിയിട്ട് ഒന്ന് കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ല. അതെ അതെ, ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ പോർട്ടബിൾ ആയിക്കൊണ്ടിരിക്കണല്ലോ. അപ്പൊ ഇനി ചിലപ്പോ ഫോൺ തന്നെ ഫോണിന്റെ ലിമിറ്റേഷൻസിലെത്തി ശരിക്കും ടെക്നോളജിയിൽ. ഇനി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് സോഫ്റ്റ്വെയർസ് ചേഞ്ച് എടുത്താൽ ക്യാമറ MB കിട്ടുക, ഇതല്ലാണ്ട് വേറൊരു സംഭവത്തിൻ്റെ അത് ചെയ്യാനല്ലോ. പറന്ന് ഫോട്ടോ എടുക്കുന്ന അതുപോലെ ഡ്രോൺ ക്യാമറാസ് ഉള്ളതൊക്കെ ചൈനയിൽ ഇറങ്ങി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തി. ഇനി VRസിന്റെ കാലഘട്ടമാണ് വെച്ചാൽ വിർച്വൽ റിയാലിറ്റിക്കൊക്കെ നമ്മൾ ചേഞ്ച് ആവും. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നില്ലേ, മൊബൈൽ ഇറങ്ങുവാണ്. സോ ഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജ് ഇല്ല. ഫോണിന് സ്റ്റോറേജ് ഇല്ല, ഫുൾ ക്ലൗഡ്, മൊത്തം ക്ലൗഡിലാണ് പ്രവർത്തിക്കുന്നത് ആ ഫോൺ. അതും ഏറ്റവും വില കുറഞ്ഞ ഫോണിലൊക്കെ കൊടുക്കുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് AI ആണ് മൊത്തം. AI ആയിരിക്കും ഫുൾ കൺട്രോൾ ചെയ്യുക അതിനകത്ത് കാര്യങ്ങൾ, ഡേറ്റ സ്റ്റോർ ചെയ്യാനായാലും ക്ലൗഡ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അത്രേ, നമുക്ക് 1 TB ഉണ്ടെങ്കിൽ പോലും സ്പേസ് തികയെന്നല്ലോ. പണ്ടൊക്കെയാണെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കൊള്ളില്ലെങ്കിൽ ഡിലീറ്റ് കളയും. നമുക്കിന്ന് നേരമില്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡിനാണ്, ടൈമിനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ട്രെയിനിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച്, കാലഘട്ടം മാറുന്നതനുസരിച്ച് സ്പീഡാണ് എല്ലായിടത്തും ഉള്ളത്. പെട്ടെന്ന് എവിടെയെങ്കിലും എത്താൻ പറ്റുന്നോ എന്നാലും നമുക്കെന്ന് പറയുന്ന ടൈം എന്ന് പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ആൾക്കാർക്ക് തികയാണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർസിൻ്റെ സ്പീഡ് കൂട്ടുന്നത് ഇവർ മാക്സിമം എല്ലാത്തിനും. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ എന്താണ് ഒരു ലെറ്റർ എഴുതാൻ നമുക്ക് ടൈം ഡിലേ എടുക്കണമെങ്കിൽ ഇത് ചോദിച്ചിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ട. അതെ, അത്രയും സ്പീഡായിക്കൊണ്ടിരിക്കുന്നതാണ് കാര്യങ്ങളെല്ലാം. അപ്പൊ അതാണ് ഒരു ടൈം ശരിക്കും സേവിങ്, അതെ. പിന്നെ മണി, കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങളുണ്ട് എന്നുള്ളത്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ ഇതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് ജനറൽ പബ്ലിക് ഓഡിയൻസിന് വേണം. പിന്നെ നമ്മുടെ ഗവൺമെന്റും അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാം
ഇതിന് ഫുൾ അപ്ഡേഷൻസ് വേണം. ഇല്ല, പൊതുവെ ഈ എയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവർ ഇപ്പോഴും പറയുന്നത് ഇതിനൊരു കറക്റ്റ് ലോ കൊണ്ടുവരണമെന്നുണ്ട്. കാരണം ഇപ്പോഴും ഇതിനൊരു കറക്റ്റ് ഒരു ലോ ഇല്ല. കാരണം അതിന് മെയിൻ കാരണം നമുക്ക് പോലും അറിയില്ല ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ പോകും, എങ്ങനെ. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളിവിടെ പറഞ്ഞാൽ പോലും ഇത് എന്ന് സംഭവിക്കും, ഇത് എന്തെങ്കിലും സംഭവിക്കാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എന്ന് എക്സാക്ട്ലി സംഭവിക്കും, എന്നാണ് ഇതിൻ്റെ ഒരു ഇത്, അത് നമുക്കറിയില്ല. പിന്നെ ഇത് വരുമ്പോഴാണെങ്കിലുള്ള പ്രശ്നം, ഇത് മിലിറ്ററിക്ക് ഉപയോഗിക്കാവോ? കാരണം മിലിറ്ററിക്ക് ഉപയോഗിക്കാം എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അവർ അപ്രൂവ് ചെയ്താൽ അതൊരു മാസ് ആയിട്ടുള്ളൊരു എന്നാ പറയുന്നത് മരണങ്ങൾക്കും എല്ലാത്തിനും കാരണമാവും. അപ്പോൾ അതിലൊക്കെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു നമ്മൾ ആ ഒരു വശത്തേക്ക് ഇപ്പോഴേ പോകുന്നേ ഇല്ല, ഒരു ലോ എന്നുള്ളൊരു. കാരണം മനുഷ്യനെയും കൂടെ കൺസിഡർ ചെയ്യണമല്ലോ. കാരണം മനുഷ്യനെ ഓവർ പവർ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. അല്ല ഇപ്പം തന്നെയാണെങ്കിൽ വേറെ ഒന്നല്ല, ഇവിടെ തന്നെയാണ് സൈബർ ലോസ് കഴിഞ്ഞിട്ട് അതെ അതെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നീട് വന്നേക്കണത് തന്നെ. സൈബർ ഇപ്പോഴും നമുക്ക് നല്ലൊരു സൈബർ ടീം ഉണ്ടോ ഇല്ലെന്നല്ല. പക്ഷെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലും എല്ലാം കൂടി ഒന്നിച്ചാക്കണേണ് ഇപ്പോൾ. സൈബർ ലോസ് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ എന്താ കേസ് എന്ന് പറയണത്, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ എല്ലായിടത്തും സൈബർ കേസ്, അത്രയും കേസുകൾ കൂടുന്നേ. പണ്ടെന്നൊക്കെ പറയണത് ടെലിഫോൺ വിളിച്ചൊക്കെയാണ് സ്കാം നടക്കുന്നത്. ടെലിഫോൺ സ്കാം വിളിച്ചിട്ട് SMS ക്ലിക്ക് ചെയ്യോ, ലിങ്ക്. ഇപ്പൊ അതും കഴിഞ്ഞിട്ടുള്ള സ്കാംസ് ആണ് ഇപ്പൊ കിടക്കുന്നത്. ലിങ്കിലൂടെ തന്നെ ജസ്റ്റ് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫുൾ ഹാക്ക് ആയി. അതല്ല, നമ്മളിപ്പോ തന്നെയാണെങ്കിലും വീഡിയോ കോൾ കാരണം നമ്മളെല്ലാം ഡിജിറ്റലൈസ്ഡ് ആയി, എല്ലാം ഡിജിറ്റലി മാറി. അപ്പോൾ ഇനി ഡിജിറ്റൽ സ്കാംസിൻ്റെ കാര്യമാണ്. മറ്റേ പണ്ടത്തെ പോലെ വന്നിട്ട് നമ്മളെ ചേർത്ത പരിപാടി അങ്ങനെ സംഭവമല്ല, ഫുള്ള് ഡിജിറ്റലാണ്. അതെ. അല്ല എക്സാമ്പിൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട് എന്ന് പറയുന്നത് ഒരാളുടെ ഫോൺ ഹാക്ക് ചെയ്യണമെന്ന് പറയുന്നത് ഭയങ്കര നിസ്സാരമായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ, പണ്ടാണ് ലിങ്കും കൂടി അയച്ചു കൊടുത്തിട്ട് ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാക്ക് ചെയ്ത് കയറാനുള്ള ഒരു ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്യുമല്ലോ. ഇപ്പൊ നമ്പേഴ്സ് വെച്ച് പറ്റും. അതെ അതെ, ഫോൺ നമ്പേഴ്സ് മതി. നമ്മള് ഗൂഗിളിൽ തന്നെ ഒരുപാട് സൈറ്റ്സിൽ കയറുമ്പോ അതിനകത്തൊക്കെ ചിലപ്പോ ആക്സസ് ചെയ്യാവര് നമ്മൾ. അല്ല ഫോണിൽ എന്തുണ്ടെങ്കിലും ഏത് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ഫോൺ ഫുള്ള് അവരുടെ കൺട്രോളിൽ തന്നെയാണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ, പുറത്തുനിന്ന് തേർഡ് പാർട്ടി കയറുന്നതാണ്. തേർഡ് പാർട്ടി കയറി കഴിഞ്ഞാൽ അത് ഫോൺ ഫുൾ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ഫോട്ടോസിലൊക്കെ കൊടുക്കണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കൊടുക്കുമല്ലോ, ക്യാമറ എല്ലാം കൊടുക്കുമല്ലോ. പക്ഷെ കൊടുക്കാണ്ട് അത് വർക്ക് ചെയ്യാനും പറ്റില്ല. ഏതൊരു ടൈം ആകുമ്പോൾ അവർ തന്നെ ചോദിക്കും, ഇന്ന കാര്യങ്ങൾ ചോദിക്കും, അല്ല കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഡാറ്റ അല്ലേ, നമ്മുടെ ഫിംഗർ പ്രിന്റ്, ഐ മീൻ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യുന്ന ഫിംഗർ പ്രിന്റ്, ഫേസ് ഡിറ്റക്ഷൻ, ഇതൊക്കെ ഡാറ്റാസ് ആണ്. ഇതൊക്കെ അവരുടെ അടുത്ത് ഉണ്ട് ഓൾറെഡി. അവരതൊക്കെ ആവശ്യമുള്ളതൊക്കെ അവരെടുക്കുന്നുണ്ട്. എയുടെ ഗ്രോത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ വളർത്തേണ്ട ഒരു സാധനം തന്നെ സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖല ഇതൊക്കെ തന്നെയാണ്. AI, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇപ്പം എസ്പെഷ്യലി സൈബർ സെക്യൂരിറ്റി എന്നുള്ള ഏരിയയൊക്കെ വരുമ്പോഴേക്കും, കാരണം ഇന്നിപ്പം നിന്ന് നിൽപ്പിന് തന്നെ പ്രശ്നങ്ങൾ, ഇപ്പം ബാങ്കിൽ നിന്ന് പൈസ അടിച്ചെടുക്കുന്നു, ലൈക്ക് അങ്ങനത്തെ ഒത്തിരി ഫ്രോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ ഇപ്പം ടെക്നോളജി മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സൈബർ സെക്യൂരിറ്റി പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അത്രയും സ്ട്രോങ് ആക്കി. കാരണം എന്ത് ചെയ്താൽ പോലും നമുക്കത് ഇതാക്കുന്ന ഒരു ഹാക്കിംഗ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നോ നമ്മുടെ GTA ക്ലിപ്പ്, ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ഹാക്ക് ചെയ്തെടുത്തു എന്ന് പറഞ്ഞില്ല. അത് ഏതാണ്ട് ലൈക്ക് ഒരു റൂമിന്റെ അകത്തിരുന്ന് മൊബൈലിലൂടെ ഫയർ സ്റ്റിക്കും മൊബൈലും TV ഉപയോഗിച്ചിട്ടാണ് കുട്ടി ഹാക്ക് ചെയ്തെടുത്തത്. കാരണം അത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഉള്ള സ്ഥലത്തുനിന്ന് ഇത്രയും നിസ്സാരത്തിൽ ചെയ്താൽ വരുന്നതൊക്കെ അതിന്റെ ഒരു പിഴവാണ്. എന്നിട്ട് ഭീഷണി വരെ പെടുത്തി. ഇത് സംഭവം അപ്ലോഡ് ചെയ്തിട്ട് ലൈക്ക് അങ്ങനെ എന്താണ് ന്യൂസ്, എത്ര രൂപ തരണം എന്ന രീതിയിൽ തന്നെ. അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പിള്ളേരാണ് കോഡ് ചെയ്തത്. ഇപ്പൊ തന്നെ അറിയാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പിള്ളേർക്ക് കോഡിങ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. കോഡിങ് ഒക്കെ പഠിപ്പിച്ച് 6ാം ക്ലാസ്സിൽ മുതൽ തന്നെ ബേസ് കോഡിങ് പഠിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ കേട്ടില്ല, ഇലോൺ മാസ്ക് എല്ലാം സ്വന്തം അവരുടെ കുട്ടികൾക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു സ്കൂൾ വരുന്നു. അപ്പം ഫ്രം ബേസിക് മുതൽ, അതായത് ഇപ്പം നമ്മളുടെ എക്സാമ്പിൾ ഒരു 1ാം ക്ലാസ് മുതൽ തന്നെ നമ്മളുടെ ബേസിക്സ് പോവാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള രീതിയിലാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രക്ചേർഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റേജസ് ഉണ്ട്. എന്ന് വെച്ചാൽ LKG, UKG 1, 2, 3 അങ്ങനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഡിഗ്രി, PG അതിലേക്ക് പോകാണ്ട് എല്ലാവരും പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ ആവും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കോളേജ് സിലബസ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ആവറേജ് കുട്ടിക്ക് ഒരു 10 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അതിനകത്ത് ബിലോ ആവറേജ് ഉണ്ട്, എബോ ആവറേജ് ഉണ്ട്. അവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി കുറച്ചാളെ പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ ഓരോരുത്തർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ 60 പേര് 100 പേർക്കൊക്കെ ഒരു ടീച്ചർ എന്നുള്ള മാറി 10 പേര് 20 പേര് കാറ്റഗറൈസ് ചെയ്ത് പഠിപ്പിക്കാൻ നോക്കും. അപ്പോൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് അവർ അതിൻ്റെ അകത്ത് മികവ് തെളിയിക്കും. ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 10
പോയിന്റ് ഉണ്ട് എയിം ചെയ്യുന്ന പോയിന്റിൽ എറിയാൻ പഠിക്കണതിനെക്കാട്ടും നല്ലത് ഒരു പോയിന്റിൽ തന്നെ എറിയാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ലൈക്ക് ആ ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആയാൽ മതി. അപ്പം ഈ ചെറുപ്പകാലം മുതൽ നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു എല്ലാ ഏരിയയിലും നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കുന്നുണ്ട്. അപ്പം പല ഇതുപോലെയുള്ള എക്സ്പേർട്ട് ഇപ്പം വീട്ടിൽ തന്നെ ഇരുത്തി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പല പല ടോപ്പ് ആൾക്കാരും. എനിക്ക് 2-3 പേര് അങ്ങനെ അറിയാവുന്നതുണ്ട്. അപ്പം അവർ ചെയ്യുന്ന ആ കുട്ടികൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചർ ഉള്ളത് അതിൽ മാത്രം പഠിപ്പിക്കുന്നു. അല്ലാത്തൊരു ബേസിക് ആയിട്ട് ഇവർ പഠിപ്പിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. എന്നിട്ട് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴേക്കും അവർ നമ്മളുടെ ഒരു ഡിഗ്രി ഏജൊക്കെ എത്തുമ്പോഴേക്കും ആ ഒരു കാര്യത്തിൽ അവർ ഭയങ്കര എക്സ്പേർട്ടാണ്. ഭയങ്കര എക്സ്പേർട്ടെന്ന് വെച്ചാൽ വേറെ ആര് വേണം ഇപ്പം ഒരു കമ്പനിയിൽ ഹയർ ചെയ്യാൻ നേടുന്ന സമയത്ത് അവർ ഇപ്പം പല കമ്പനികളും ഇപ്പം ഡിഗ്രി പോലും നോക്കുന്നില്ല, അവർക്ക് സ്കില്ലുണ്ട്. കാരണം ഇപ്പം നമ്മൾ ആസ് എ കമ്പനി ഇപ്പം നമ്മളെല്ലാം കമ്പനി നടത്തുന്നത് ഇപ്പം നമ്മളൊരു എംപ്ലോയിനെ എടുക്കുമ്പോഴേക്കും നമുക്കുള്ള ആ ഒരു ജോബ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടോ, അത് എത്ര നന്നായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. നമുക്ക് ഔട്ട്പുട്ട് തരാൻ പറ്റുമെങ്കിൽ നമ്മളതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കൊക്കെ പയ്യനെ മാറി മാറി വരും. ഇപ്പം ഡിഗ്രി കഴിഞ്ഞു ഇപ്പം നമ്മളാണെങ്കിലും ഹയർ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഇവർക്ക് ചിലപ്പം ഡിഗ്രീസ് കാണും, ഒത്തിരി മാർക്ക് കാണും, പക്ഷെ നമ്മളൊരു ബേസിക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും അവർക്ക് അതിൻ്റെ ഉത്തരം അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് വേണ്ടേ ഈ ഡിഗ്രി ഒന്നും ഇല്ലാതെ തന്നെ, പക്ഷേ എന്നാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അയാൾക്കുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെയല്ല ചൂസ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ സ്കില്ലാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഒന്ന് ചൂസ് ചെയ്ത് നമ്മൾ ആരായാലും ഇപ്പം എത്ര കഴിവില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും നമ്മളൊരു 10 വർഷം ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് വന്നാലും ഒരു വർഷം ആ ഒരു ഏരിയയിൽ പഠിച്ച ഒരു ഏറ്റവും നല്ല കുട്ടീനെക്കാട്ടും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെയുള്ള വേറൊരു ഏരിയ എന്ന് പറയണത് ഇപ്പോൾ അറിയാലോ, ടെസ്ല കാർസ് വന്ന തന്നെ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കുറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഊബർ എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്, അതിൽ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇനി അവരുടെ എല്ലാവരുടെയും ജോലി പോയില്ലേ, എന്താണ് അവസ്ഥ കാര്യങ്ങൾ? ഡെഫിനറ്റ്ലി അവരെന്തായാലും ഇതിൻ്റെ അകത്ത് റീപ്ലേസ്മെൻറ്റ് വരും. കാരണം എന്താ വെച്ചാൽ ടെസ്ല കാർസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡി സെൽഫ് ഡ്രൈവിങ് കാർസാണ്. ടോട്ടലി എന്ന് പറയാം ആണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞിടക്ക് ഏകദേശം 1 മില്യൺ യൂണിറ്റ്സിനെ ടെസ്ല തിരിച്ച് വിളിച്ചിരുന്നു. വെച്ചാൽ ഒരുപാട് ടെസ്ല കാർസ് ആക്സിഡൻറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു അറ്റൻഷനും കൊടുക്കാണ്ട് ഡ്രൈവേഴ്സ് കിടന്നുറങ്ങുക അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ആക്സിഡൻറ്റ്സ് കൂടുന്നുണ്ട്. ഏകദേശം 1000+ ആക്സിഡൻറ്റ് വന്നതോടുകൂടി ടെസ്ല 1 മില്യൺ യൂണിറ്റ്സിനെ തിരിച്ച് വിളിച്ചിട്ട് അതിൻ്റെ അകത്തൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പുതിയത് വരുന്നു. വെച്ചാൽ ഡ്രൈവേഴ്സ് ഒരു ചെറിയ രീതിയിൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം അതിനകത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ടെസ്ല കാർ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇലക്ട്രിക് കാർസ് ആയിരിക്കും. സെൽഫ് ഡ്രൈവിംഗ് കാർസ് നമ്മൾ ഇനി ലോകത്ത് ഫുള്ള് വരുന്ന ഇലക്ട്രിക് കാർസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് വരുമ്പോൾ തന്നെ ഒരുപാട് ജോബ് റീപ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഡ്രൈവർ വേണ്ട, അതിൻ്റെ അകത്തൊരു ജോബ് റീപ്ലേസ്മെൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്, നമ്മുടെ ഇവിടെ കുറേ മെക്കാനിക്സ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് കാർ വരുമ്പോൾ ഈ ഒരു വലിയൊരു മാസ് എമൗണ്ട് ഓഫ് മെക്കാനിക്സിന് ആവശ്യമില്ലാണ്ട് വരും. വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീട്ടിലത്തെ മോട്ടർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു നിലയിൽ വരും. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ ഓണർഷിപ്പിൽ വ്യത്യാസം വരും. എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഒരു കാറ് വന്ന് നമ്മളെ പിക്ക് ചെയ്യുന്നു, നമ്മൾ തിരിച്ചുകൊണ്ട് വിടുന്നു, നമുക്ക് പോകുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്നു. നമുക്കത് കുറച്ചുകൂടി കുറച്ചുകൂടി ഇതാണ്, എഫക്റ്റീവാണ് കാര്യങ്ങൾ. നമുക്ക് വേറെ അറ്റൻഷനൊന്നും കൊടുക്കണ്ട, നമുക്ക് നമ്മുടേതായ ഡ്യൂട്ടീസ് അതിൻ്റെ. പിന്നെ കമ്പനീസ് തന്നെ കുറേ കാറുകൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഊബർ പോലെ തന്നെ കുറേ പർച്ചേസ് ചെയ്യാൻ. പിന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇതിൻ്റെ അകത്തൊരു വലിയൊരു ഇത് വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ലോകത്ത് നടന്ന ആക്സിഡൻറ്റേഷൻ 90% നമ്മുടെ ഡിസിഷൻ കൊണ്ടുണ്ടാകുന്ന ആക്സിഡൻസ് ആണ്. ബാക്കി 10% മെക്കാനിക്കൽ ഫെയിലിയേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ ഈ കാറുകൾ തമ്മിൽ, ഈ ഓട്ടോണമസ് കാറുകൾ തമ്മിൽ, ഇപ്പോൾ റോഡിൽ ഫുൾ ഓട്ടോണമസ് കാറാണ്, അത് തമ്മിലൊരു ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ നടത്തും. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു കാറിൻ്റെ ഈ കാറിനെ മെസ്സേജ് കൊടുക്കും, ഞാൻ അവിടെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ ആക്സിഡൻസ് വളരെയധികം രീതിയിലുള്ള വ്യത്യാസം വരും. അപ്പോൾ ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്റർ കണക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം അറിയാലോ, വണ്ടി ഓടിക്കുന്നത് നമ്മളിപ്പം മനുഷ്യനാണെങ്കിൽ എപ്പോൾ ചവിട്ടണം എവിടെ ചവിട്ടണം. ഇപ്പം എക്സാമ്പിൾ ഒരു ഓട്ടോറിക്ഷ തിരിയുമ്പോൾ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇടാണ് തിരിയണത്, അവരുടെ മൈൻഡ് പോലെയാണ്. പക്ഷെ ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്സിഡന്റ് ടെസ്ല മാത്രമല്ല പല കമ്പനീസ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. അല്ല ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് എന്നുള്ള രീതിയിൽ തന്നെ അല്ലാണ്ട് തന്നെയാണെങ്കിലും ഇപ്പോൾ പല പ്രീമിയം കാർസിലാണെങ്കിലും ഓപ്ഷൻ എന്ന് പറയുന്നത് പാർക്കിംഗ്, ഓട്ടോ പാർക്കിംഗ്, അങ്ങനത്തെ ഉള്ള സിസ്റ്റങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ലൈൻ കീപ്പിംഗ്, പിന്നെ അതുപോലെ തന്നെ ഓണാക്കി ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കൊക്കെ എടുക്കാം. ആ രീതിയിൽ വേണമെങ്കിൽ നമ്മുടെ ഒരു റിമോട്ട് പോലെ തന്നെ ഫോണിൽ തന്നെ റിമോട്ട് ചെയ്യണ പോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഭയങ്കര
അല്ല, ഈ ഓട്ടോമാസ് കാറിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ, നമുക്ക് ഇന്ത്യയിലത്തെ റോഡുകളിൽ അത് പറ്റുമെന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ. പക്ഷെ അത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ വരും. കാരണം ഇപ്പം അമേരിക്ക പോലെയുള്ള റൂൾസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു റോട്ടിൽ നമുക്കിത് കൊണ്ടുവരാൻ എളുപ്പമാണ്. എങ്കിൽ കൂടി ഒരു എളുപ്പമല്ലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാറുകളും ഈ നമ്മൾ ഓടിക്കുന്നതിൻ്റെ അനുസരിച്ച് അതും പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ സിനാരിയോസ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് അല്ലാതെ എങ്ങനെ ഈ ഡേറ്റ ഉണ്ടാക്കാം? നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിനെ പഠിപ്പിക്കണമെങ്കിൽ ഒരു ഡേറ്റ വേണം. നമുക്ക് ഒരു ഗ്രൗണ്ടിൽ നമുക്ക് കുറേയൊക്കെ ഓടിച്ച് പഠിപ്പിക്കാം, പക്ഷേ ഗ്രൗണ്ടിലുള്ളതല്ല റോട്ടിൽ സംഭവിക്കുന്നത്. പിന്നെ അവിടുത്തെ റോഡുകളിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതോറും അതിൻ്റെ എഫിഷ്യൻസി കൂടി വരും. ഇപ്പോൾ ഡേ ബൈ ഡേ, അതാണ് പറയുന്നത്, ഓരോ ദിവസവും എയുടെ ഒരു പവർ കൂടി വരുമെന്ന് പറയാൻ കാരണം അതാണ്. ഇപ്പം ടെസ്ലയുടെ ഓരോ കാറിലും ഓരോ ദിവസം അത് ഒരു റോഡിൽ കൂടെ 1 കിലോമീറ്റർ പോകുന്നുണ്ടെങ്കിൽ അത്രയും ഡേറ്റയാണ് അവിടെ സേവ് ആവുന്നത്. ഡേറ്റ എന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ 1000-ഓളം സെൻസേഴ്സ് കാണും, അതിൻ്റെ ഡേറ്റ സേവ് ആവുന്നുണ്ട്. അതിനനുസരിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലത്തെയും ഒരു റോഡിൽ ഇതിങ്ങനെ ഓടിച്ച് അതിൽ നിന്ന് ഇത് വീണ്ടും പഠിച്ച് ഒരു പെർഫെക്ഷൻ വരുന്ന ഒരു ദിവസം എഴുതിയിട്ടുണ്ട്. അവർ ഈ പറയുന്ന എഗ്രിമെന്റും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഈ പറയുന്ന ടെസ്ല ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ല, വേറൊരു കേസും കൂടിയല്ല, ഗൂഗിളിൻ്റെ തന്നെ ആണെങ്കിലും മാപ്പിൻ്റെ വ്യൂ കാണാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 360 കാണാൻ പറ്റും. 360 കാണാൻ പറ്റണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇതാണ്, നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ വേണമെങ്കിൽ പോവാം. അപ്പോൾ കാറ് വരാൻ നേരത്ത് അതിന് ആ മാപ്പ് വ്യൂ ഇന്ന ഏരിയയിൽ ഇന്ന ബിൽഡിങ്സ് ഉണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, ഓൾറെഡി ഒരു നേരത്തെ ഒരു ട്രാക്ക് അവറയിലുണ്ട്. ഇന്ത്യയിൽ എന്തായാലും ടെസ്ല കാർസ് വരും, ഓട്ടോണമസ് കാർസ് വരും. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യണത് ചിലപ്പോൾ ഹൈവേസിലായിരിക്കും. ഇന്ത്യയിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിലൊരു മിനിസ്റ്റർ പറഞ്ഞു എന്ന് വെച്ചാൽ ഓട്ടോണമസ് കാർസ് ഇവിടെ വരാൻ അനുവദിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ഒരുപാട് പേരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലത്തെ ഡ്രൈവിംഗ് ജോബ്സിലാണ്. അപ്പോൾ അത് റീപ്ലേസ് ആവുന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ അങ്ങനെ എന്തായാലും മാറി നിൽക്കാൻ പറ്റില്ല ഇന്ത്യക്ക്. അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സംഭവം പറഞ്ഞു 80s നടന്ന IT റെവല്യൂഷൻ പോലെ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ. പക്ഷെ അത് നമുക്കത് എന്തായാലും ഇതൊന്നും ഒരിക്കലും ഇപ്പൊ കമ്പ്യൂട്ടർ വരാൻ പാടില്ലെന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വന്നു, അതേപോലെ തന്നെ ഇതും വരാം. പക്ഷെ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് ചെയ്ത് നടക്കണേ. നമുക്ക് വേണമെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് വരും, ഒരു ദിവസം എന്തായാലും വരും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബാക്കിലേക്ക് പോകും നമ്മ. പിന്നെ അത് നമുക്ക് ഇപ്പൊ അന്ന് കമ്പ്യൂട്ടർ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എത്ര പുറകിൽ നിന്നേനെ. അത്ര ചിന്തിച്ചാൽ മതി. പക്ഷെ ടെക്നോളജിയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും കാരണം. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒന്നാമത് പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പൊ അങ്ങോട്ട് ഒരു ടെക്നോളജി കൊണ്ടുവരാൻ പറ്റില്ല. അതിന്റെ ഒരുപാട് ഫേസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത് ഇന്ത്യ. തീർച്ചയായിട്ടും. ഇനി അറിയേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്ക് നിങ്ങളെ അറിയേണ്ടതെന്ന് പറയുന്നത് കോസ്മിക് എന്ന് പറയുന്ന കമ്പനി, അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, അത് വെച്ചുള്ള എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചറായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണേ, അതിനെക്കുറിച്ച് സിഇഒയ്ക്കും പറയാനുള്ള സിഇഒന് പറയാം, ബാക്കി നിങ്ങൾക്കും പറയാം. എങ്ങനെയായിരുന്നു കമ്പനിയുടെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ? കമ്പനി ശരിക്കും പറഞ്ഞാൽ കോസ്മിക് നല്ലായിരുന്നു പേര്. ഈ പറയുന്ന സോൾവിങ് സ്റ്റേഷൻ എന്നായിരുന്നു ഒരു പേര്. അപ്പോൾ എനിക്ക് ആഗ്രഹം എന്തെങ്കിലും സോൾവ് ചെയ്തെടുക്കുക എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ പതിയെ പിന്നെ പേര് കണ്ടുപിടിച്ചു, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി രജിസ്റ്റർ ചെയ്തു. കോസ്മിക് എന്ന് പറയുന്നത് ഒരു ടർക്കിഷ് വേർഡാണ്, ശരിക്കും അതൊരു ഇംഗ്ലീഷ് നെയിം അല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് തിരിക്കുവാണെങ്കിൽ ടു സോൾവ് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇനി വരാൻ പോകുന്നൊരു രീതി ഞാൻ നോക്കിയപ്പോൾ AI ആണ് ഇനി വരാൻ പോകുന്ന ഒരു മേഖല. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആണ്, നമുക്ക് ഒരുപാട് ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫണ്ടില്ല. കാരണം നമ്മുടെ കയ്യിൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും ഫണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് എന്ത് തുടങ്ങണം? അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എഡ്ടെക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പറയുന്ന AI തന്നെ എഡ്ടെക് എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നത് അത് തന്നെയാണ്. പക്ഷേ ഫ്യൂച്ചർ എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക എന്നാണ്. കോസ്മിക്കിൻ്റെ പേരിലൊരു വലിയൊരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക. AI എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം കോസ്മിക്കിൻ്റെ ഒരു സ്ഥാനം കൊണ്ടുവരിക എന്നൊരു ആഗ്രഹമാണ്. സോ അതേപോലെ തന്നെ എന്നെ കോളേജുകാർ അല്ലെങ്കിൽ ഈ പറയുന്ന മാനേജ്മെൻറ്റ് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രൈവറ്റ് ലിമിറ്റഡായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പോലും ഫണ്ട് തന്നത് പോലും മാനേജ്മെൻറ്റാണ്. കാരണം അത്ര അധികം എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടുകാരാണ്, എൻ്റെ ഫാമിലീസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒത്തിരി. കാരണം സ്റ്റാർട്ടപ്പിനെ കുറിച്ച് നമുക്കറിയാലോ, പഴയ ആൾക്കാർ ഈ പറയുന്ന കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് പേടിയാണ്, ഇത് തുടങ്ങണം, അയ്യോ ഇത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ പക്ഷേ അതൊന്നും ചിന്തിക്കാതെ അവരെന്നെ ഫണ്ടായാലും കാര്യങ്ങളൊക്കെ തന്നായാലും എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടിരിക്കുക ഫാമിലീസ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഹെൽപ്പായിട്ടൊരു കമ്പനി ഉണ്ട്, BSI എന്ന് പറയുന്ന കമ്പനി. നമുക്ക് ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും നമുക്ക് സ്പേസിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ഇത്രയും നാൾ ഓൺലൈനിലൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവിടുത്തെ ഈ പറയുന്ന മാനേജ്മെൻറ്റും നല്ല രീതിയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ.
അത് അത്രയും സപ്പോർട്ടാണ് നമുക്കിപ്പോൾ ചുറ്റും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കോളേജിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോകേണ്ട പോലും ആവശ്യമില്ല, കാരണം നമുക്ക് അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന കമ്പനി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ തരും നമുക്ക് അത്രയധികം സപ്പോർട്ട്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ കോളേജുകാർ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് പഠിച്ച് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത് തന്നെ. അവിടെ കോളേജിൽ ആഡ് ഓൺ ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നാളും കൂടെ കോളേജിലുള്ളൂ. സോ അത് ആ ഒരു ഇതും കൂടെ വെച്ചുകൊണ്ടാണ് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ആ ഒരു മേഖലയ്ക്ക് അത്രയധികം സ്കോപ്പ് ഉണ്ട് നമുക്കറിയാം. അതിന് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ജെറിസാറും. കാരണം ജെറിസാർ ഇല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയത്തുമില്ല. കാരണം ജെറിസാറാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു സാലറി കൊടുക്കാൻ പോലും നമ്മളില്ല. നമുക്ക് സ്റ്റാർട്ടിങ് സമയത്ത് നമുക്കൊന്നുമില്ല. അപ്പോൾ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ തുടങ്ങുകയും വേണം. അപ്പോൾ നമുക്ക് അത്രയും സപ്പോർട്ടായിട്ട് നമ്മൾ ആരാണ് നമ്മുടെ കൂടെ നിൽക്കുക എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ജെറിസാർ എന്നോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹം എന്നോടൊപ്പം നിൽക്കുകയും ഈ പറയുന്ന കോഴ്സസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയും എൻ്റെ വിഷൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇതെങ്ങനെ എത്തിച്ചേരണം, ഇത് ഈ രീതിയിൽ പഠിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനൊരു വിഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുക, ആ കുട്ടികൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം എന്നൊരു വിഷനോടെയാണ് നമ്മൾ ഇറങ്ങിയത്, ആ ഒരു എക്കോസിസ്റ്റത്തിനുള്ളിലേക്ക് ഇറങ്ങാൻ. നിങ്ങളിപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? ഇപ്പം എത്ര പിള്ളേർക്കൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്? ഏകദേശം 100-500 പേർക്ക് മുകളിൽ. അത്രേ? ഓക്കെ. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് ആയിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തും നല്ല രീതിയിൽ നമ്മൾ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്റ്റാർട്ടപ്പ് നമ്മുടെയാണ്. യൂട്യൂബിൽ യുടെ കോഴ്സസ് എന്താണ് അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് നോളജ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കമ്പനി നമ്മളായിരുന്നു, എസ്പെഷ്യലി ഇൻ മലയാളം. പിന്നെ നമ്മൾ പല കോളേജിലെ ആഡ് ഓൺ പ്രോഗ്രാംസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബൾക്ക് സ്റ്റുഡൻസിന്. അവർക്ക് ആഡ് ഓൺ പ്രോഗ്രാം, അവിടെ ഒരു ഇൻസ്ട്രക്ടർ പോയി പഠിപ്പിക്കുക, അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ ഡീപ്പോളങ്കമാലി അങ്ങനെ ഒരുപാട് കോളേജസ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇനി ചെയ്യാനും പ്ലാനുണ്ട്. തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങൾ. നമ്മൾ 3 പേരും അല്ല, ഒരാളും കൂടെ ഉണ്ട്, യദു എന്ന് പറഞ്ഞ ആളും കൂടെ ഉണ്ട്. പുള്ളിക്കാരനെ മിസ് ചെയ്തല്ലേ? പുള്ളിക്കാരനെ ഒരു ദിവസം വിളിക്കാം, നമുക്ക് ഇനിയും ഉണ്ടല്ലോ, നമുക്ക് നല്ല നല്ല ടോപ്പിക്സ്. പുള്ളിക്കാരനാണ് ഇതിന്റെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ. അല്ല, നിങ്ങൾ യങ്സ്റ്റേഴ്സ് വരണം. യങ്സ്റ്റേഴ്സാണ് നിങ്ങളുടെ കയ്യിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, എയിനെ കുറച്ചും കൂടി അറിയേണ്ടത് നിങ്ങൾ തന്നെ. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും പ്രത്യേകിച്ച് ഫ്യൂച്ചർ ടെക്നോളജിയിലാണ് നിങ്ങൾ കൈവച്ചേക്കണം. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്, നമുക്ക് മാറ്റങ്ങളാണ്. പിന്നെ ഇതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇപ്പോഴേ തന്നെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതെ, ഇതൊരു വലിയൊരു പ്ലാനിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഇപ്പം നമ്മൾ നോക്കിയപ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ എയിലേക്ക് ഡയറക്റ്റ് ഒരു പ്രൊജക്റ്റിലേക്ക് കടക്കാറുണ്ട്. പക്ഷെ നോക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ഇപ്പോൾ കേരളത്തിൽ അത്രയും ഒരു സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമുക്ക് കിട്ടാനില്ല. അല്ലെ അത്രയും ടെക്നിക്കലി ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അവർ നല്ല പൊസിഷനിൽ ഓൾറെഡി നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൈ സാലറി കൊടുക്കേണ്ടവരായിരിക്കും. അപ്പം നമ്മളുടെ ഒരു എയിം തന്നെ ഈ പറയുന്ന പോലെ നമുക്കൊരു നല്ല ടീം, അപ്പം നമ്മളുടെ സ്റ്റുഡൻസിൽ തന്നെ നമുക്ക് നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുകയും അത് നമുക്കൊരു നല്ലൊരു വർക്ക് ഫോഴ്സായിട്ട് വെച്ചിട്ട് നമ്മുടെ പ്രൊജക്റ്റുകളും പുറത്തത്തെ പ്രൊജക്റ്റുകളും എടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ പുതിയ ഏതെങ്കിലും ആൾക്കാർക്ക് എയിൽ ഒത്തിരി ഐഡിയാസ് ഇപ്പം വരുന്നുണ്ട്. നമുക്ക് നല്ല ഐഡിയാസ്, അതുപോലെ നമുക്ക് ഇപ്പം ഞങ്ങൾക്കും പണ്ടൊരു ഐഡിയാസ് വന്നിട്ട് നമുക്ക് അതിനൊരു പ്രോപ്പർ സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന്, അതിന് ഒത്തിരി പ്രശ്നങ്ങൾ വരുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നല്ലൊരു ഈ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എല്ലാം വരണം. റിസർച്ച് വരണം, ഡെവലപ്മെൻറ്റ് വരണം, എട്ടെക്ക് വരണം. അപ്പം എയുടെ എല്ലാം അതിൻ്റെ അകത്ത് വരും. ഇപ്പം ഫ്രം ദ ബിഗിനിങ് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ അവർക്ക് നല്ലൊരു സ്കില്ലുണ്ടെങ്കിൽ നമ്മുടെ തന്നെ വർക്ക് ചെയ്ത് ആ രീതിയിൽ അവർക്ക് റിസർച്ച് ചെയ്യാം. അങ്ങനെ ടോട്ടലി നമ്മൾ അവിടെ ഒരു ടോട്ടൽ എക്കോസിസ്റ്റമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവിധ അടിപൊളിയായിക്കോട്ടെ പരിപാടി. അതുതന്നെ, തീർച്ചയായിട്ടും നിങ്ങൾ വന്നതിൽ സന്തോഷം. അതുപോലെ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും പിന്നെ ഇടക്കിടക്ക് വരണം, നമുക്ക് ഇതേപോലെ തന്നെ നല്ല നല്ല ടോക്സ് എന്തായാലും. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ബൈ പറയാം. ഓക്കെ. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ എയുടെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആക്ച്വലി? അപ്പോൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതുപോലെ തന്നെയൊക്കെ സംസാരിക്കാൻ വരണം, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക, മെസ്സേജ് ഇടുക. അപ്പോൾ ഓക്കെ, ബൈ.